ഉഷ ജോസഫിന്റെ വയറ്റിൽ കുടുങ്ങിയ ശസ്ത്രക്രിയ ഉപകരണം കൊച്ചി അമൃത ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ പുറത്തെടുത്തു. ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പുറത്തെടുത്ത ശസ്ത്രക്രിയ ഉപകരണം അമ്പലപ്പുഴ പോലീസിന് കൈമാറി. വിവരങ്ങളുമായി അബ്ദുൾ റഹീം ചേരുന്നുണ്ട്. റഹീം, കേസൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ഈ ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണോ? മറ്റ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊന്നുമില്ലല്ലോ? ആനന്ദ്, ഇന്ന് 2 മണിക്ക് ശേഷമാണ് ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ കൊച്ചി അമൃത ആശുപത്രിയിൽ പൂർത്തിയായത്. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉഷയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളില്ല എന്നുള്ളതാണ് നിലവിൽ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഉഷയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കെയാണ് ഇന്ന് ഉഷയുടെ ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുന്നത്. അത് വിജയകരമായിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. അമൃത ആശുപത്രിയിലെ ഗ്യാസ്ട്രോ സർജറി വിഭാഗം മേധാവിയായിട്ട് ഡോക്ടർ OV സുധീർ, അതുപോലെ തന്നെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ KV സഞ്ജീവൻ, ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ രാധാമണി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉഷയുടെ ശസ്ത്രക്രിയ ഇന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ നൽകിയത്. ഉഷയുടെ വയറ്റിൽ നിന്നും പുറത്തെടുത്ത ആർട്ടറി ഫോർസെപ്സ് എന്ന ഒരു ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം നിലവിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അമ്പലപ്പുഴ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഈ വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തുടരുന്നതിനിടയിലാണ് ഇന്ന് ഇപ്പോൾ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായിരിക്കുന്നത് എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. ഇനി ഇപ്പോൾ ഈ വിഷയത്തിൽ ഉഷയുടെ ശസ്ത്രക്രിയ ആദ്യം നടന്ന ശസ്ത്രക്രിയയിലാണ് ഇത്തരത്തിൽ ഈ കത്രികയൊക്കെ വയറ്റിൽ കുടുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ അന്വേഷണമൊക്കെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ഇനി ഈ ഉഷ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരും. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ മറ്റോ ഉണ്ടോ എന്നൊക്കെ ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഉഷ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരും. അതിനുശേഷം മാത്രമായിരിക്കും ഡിസ്ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അമൃത ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയുടെ എല്ലാ ചിലവുകളും സർക്കാർ വഹിക്കുമെന്ന് നേരത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉഷയുടെ മകൻ ഷിബിന് ഉറപ്പ് നൽകിയിരുന്നു. അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നിലവിൽ കുടുംബവും അറിയിക്കുന്നത്. ആനന്ദ്.